Dear students, welcome to another online class. This is our 17th online class. Today we are discussing about systems of accounting. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ സമ്പ്രദായങ്ങളെക്കുറിച്ചാണ്. അക്കൗണ്ടിങ്ങിൻ്റെ സമ്പ്രദായങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾക്ക് ക്ലാസ്സിലേക്ക് പോകാം. There are two systems of recording business transactions in the books of account. There are two systems of recording business transactions in the books of account. അക്കൗണ്ട് ബുക്കുകളിൽ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിന് രണ്ട് സമ്പ്രദായങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം, ഇരട്ട പതിക്കൽ സമ്പ്രദായം. ഇരട്ട പതിക്കൽ സമ്പ്രദായം. രണ്ട്, സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റം, ഒറ്റ പതിക്കൽ സമ്പ്രദായം. ഒറ്റ പതിക്കൽ സമ്പ്രദായം. നമ്മൾ ഈ രണ്ട് മെത്തേഡുകളും ഒന്നാം വർഷത്തിൽ പഠിക്കുന്നുണ്ട്. ഡബിൾ എൻട്രി സിസ്റ്റത്തിലൂടെ വ്യാപാര ഇടപാടുകൾ എങ്ങനെ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്താമെന്ന് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലൂടെ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നതെന്നും അവയെ എങ്ങനെ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് മാറ്റാമെന്നും ഒന്നാം വർഷത്തെ ബുക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡബിൾ എൻട്രി സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾക്ക് വിശദമായി നോക്കാം. Double entry system is based on the dual aspect concept, which states that for every transaction there are two aspects. One is receiving aspect and the other is the giving aspect. Double entry system is based on the dual aspect concept, which states that for every transaction there are two aspects. One is receiving aspect and the other is the giving aspect. ഓരോ ഇടപാടിനും രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ട് എന്ന് പറയുന്ന ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഏതാണ് ഈ രണ്ട് ആസ്പെക്റ്റുകൾ? ഒന്ന്, റിസീവിംഗ് ആസ്പെക്റ്റ്, സ്വീകരിക്കൽ ഘടകം. അടുത്തത് ഗിവിംഗ് ആസ്പെക്റ്റ്, നൽകൽ ഘടകം. അതായത് ഓരോ ഇടപാടിനും രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. ഒന്ന് സ്വീകരിക്കൽ ഘടകം, മറ്റൊന്ന് നൽകൽ ഘടകം. റിസീവിംഗ് ആസ്പെക്റ്റിനെ നമ്മൾ ഡെബിറ്റ് എന്ന് പറയുന്നു. റിസീവിംഗ് ആസ്പെക്റ്റിനെ, സ്വീകരിക്കുന്ന ഘടകത്തെ നമ്മൾ ഡെബിറ്റ് എന്നും ഗിവിംഗ് ആസ്പെക്റ്റിനെ, നൽകൽ ഘടകത്തെ നമ്മൾ ക്രെഡിറ്റ് എന്നും പറയുന്നു. അതായത് ഓരോ ഇടപാടിനും രണ്ട് ഘടകങ്ങളുണ്ട്, ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും. ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഓരോ ഇടപാടിലും ഉണ്ട് എന്നാണ് ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പറയുന്നത്. എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം? It is the system of recording debit and credit aspects of every business transaction of financial nature in the books of account. It is the system of recording debit and credit aspects of every business transaction of financial nature in the books of account. അക്കൗണ്ട് ബുക്കുകളിൽ സാമ്പത്തിക സ്വഭാവങ്ങളോടുകൂടിയ ഓരോ വ്യാപാര ഇടപാടുകളുടെയും ഡെബിറ്റ്, ക്രെഡിറ്റ് ഘടകങ്ങൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നതിൻ്റെ സമ്പ്രദായമാണ് ഡബിൾ എൻട്രി സിസ്റ്റം. സാമ്പത്തിക സ്വഭാവങ്ങളോടുകൂടിയ ഓരോ വ്യാപാര ഇടപാടുകളുടെയും ഡെബിറ്റ്, ക്രെഡിറ്റ് ഘടകങ്ങൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നതിൻ്റെ സമ്പ്രദായമാണ് ഡബിൾ എൻട്രി സിസ്റ്റം. സാമ്പത്തിക സ്വഭാവങ്ങളോടുകൂടിയ ഓരോ വ്യാപാര ഇടപാടുകളുടെയും ഡെബിറ്റ്, ക്രെഡിറ്റ് ഘടകങ്ങൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നതിൻ്റെ സമ്പ്രദായമാണ് ഡബിൾ എൻട്രി സിസ്റ്റം.
Under this system, both aspects are recorded in the books of account. Under this system, both aspects are recorded in the books of account. ഈ സമ്പ്രദായത്തിന് കീഴിൽ അക്കൗണ്ട് ബുക്കുകളിൽ രണ്ട് ഘടകങ്ങളും രേഖപ്പെടുത്തുന്നു. ഈ സമ്പ്രദായത്തിന് കീഴിൽ ഓരോ ഇടപാടുകളുടെയും രണ്ട് ഘടകങ്ങൾ ഡെബിറ്റും ക്രെഡിറ്റും അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. ഈ സമ്പ്രദായത്തിന് കീഴിൽ അക്കൗണ്ട് ബുക്കുകളിൽ രണ്ട് ഘടകങ്ങളും രേഖപ്പെടുത്തുന്നു. ഓരോ വ്യാപാര ഇടപാടിലും രണ്ട് ഘടകങ്ങൾ ഉൾപ്പെടുന്നു. ഒന്ന് റിസീവിംഗ് ആസ്പെക്റ്റ്, സ്വീകരിക്കൽ ഘടകം. മറ്റൊന്ന് ഗിവിംഗ് ആസ്പെക്റ്റ്, നൽകൽ ഘടകം. അതായത് ഓരോ ഇടപാടിലും രണ്ട് കക്ഷികളുണ്ട്. ഓരോ ഇടപാടിലും രണ്ട് കക്ഷികളുണ്ട്. ഓരോ ഇടപാട് നടക്കുമ്പോഴും അവർക്കിടയിൽ, ഈ രണ്ട് കക്ഷികൾക്കിടയിൽ തുല്യ മൂല്യങ്ങളോടുകൂടിയ സാധനങ്ങളുടെ അല്ലെങ്കിൽ ആസ്തികളുടെ കൈമാറ്റം നടക്കുന്നു. ഒരു വ്യാപാര ഇടപാട് നടക്കുമ്പോൾ വ്യാപാര ഇടപാട് നടക്കുന്ന കക്ഷികൾക്കിടയിൽ തുല്യ മൂല്യങ്ങളോട് കൂടിയ സാധനങ്ങളുടെ അല്ലെങ്കിൽ ആസ്തികളുടെ കൈമാറ്റം നടക്കുന്നു. ഓരോ ഇടപാടിലും തുല്യ മൂല്യങ്ങളുടെ സാധനങ്ങൾ അല്ലെങ്കിൽ ആസ്തികൾ സ്വീകരിക്കുകയും അതേസമയം തുല്യമൂല്യമുള്ള മറ്റൊരു സാധനമോ അല്ലെങ്കിൽ സേവനമോ നൽകുകയും ചെയ്യുന്നു. ഒരിടപാട് നടക്കുമ്പോൾ മൂല്യമുള്ള ഒരു സാധനമോ അല്ലെങ്കിൽ ഒരു ആസ്തിയോ നമ്മൾ സ്വീകരിക്കുകയും അതേ തുല്യമൂല്യമുള്ള മറ്റൊരു സാധനമോ അല്ലെങ്കിൽ സേവനമോ നൽകുകയും ചെയ്യുന്നു. നമ്മൾക്ക് ചില എക്സാമ്പിളുകൾ നോക്കാം. ആദ്യ ഉദാഹരണം, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് ₹10,000. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് ₹10,000. 10,000 രൂപ ക്യാഷിന് ഫർണിച്ചർ വാങ്ങി. ഫർണിച്ചർ വിൽപ്പന നടത്തുന്ന ആളിൽ നിന്നും നമ്മുടെ വ്യാപാര സ്ഥാപനം 10,000 രൂപ വിലയുള്ള ഫർണിച്ചർ വാങ്ങി. അങ്ങനെയെങ്കിൽ ഈ ഇടപാട് ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ വീക്ഷണത്തിലൂടെ നോക്കുകയാണെങ്കിൽ 10,000 രൂപ വിലയുള്ള ഫർണിച്ചർ നമ്മൾ വാങ്ങുകയും അതേസമയം 10,000 രൂപ മൂല്യമുള്ള മറ്റൊരു സാധനം നൽകുകയും ചെയ്യുന്നു. ഇവിടെ ബിസിനസ്സിന് ലഭിക്കുന്നത് ഫർണിച്ചറാണ്. ബിസിനസ് ഫർണിച്ചർ എന്നതിന് പകരമായി കൊടുക്കുന്നത് 10,000 രൂപയാണ്. അങ്ങനെയെങ്കിൽ സ്വീകരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഫർണിച്ചറാണ്. അതേസമയം നമ്മൾ നൽകുന്ന ഘടകം എന്ന് പറയുന്നത് ക്യാഷാണ്. അങ്ങനെയെങ്കിൽ ഫർണിച്ചറിനെ നമ്മൾക്ക് ഡെബിറ്റ് എന്ന് പറയാം, ക്യാഷിനെ നമ്മൾക്ക് ക്രെഡിറ്റ് എന്ന് പറയാം. ഈ ട്രാൻസാക്ഷനിൽ രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. ഒന്ന് ഒരു ഡെബിറ്റ്, രണ്ട് ഒരു ക്രെഡിറ്റ്. ഡെബിറ്റ് ഫർണിച്ചർ, ക്യാഷ് ക്രെഡിറ്റ്. ഓക്കെ, ഇനി അടുത്തത് സോൾഡ് മെഷീനറി ഫോർ ക്യാഷ് ₹9,000. സോൾഡ് മെഷീനറി ഫോർ ക്യാഷ് ₹9,000. 9,000 രൂപ ക്യാഷിന് മെഷീനറി വിറ്റു. ഇവിടെ ബിസിനസ്സിന് ലഭിക്കുന്നത് ക്യാഷാണ്. സ്വീകരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ക്യാഷാണ്. അതുകൊണ്ട് ഈ ക്യാഷിന് പകരമായി നമ്മൾ നൽകുന്നത് മെഷീനറിയാണ്. സ്വീകരിക്കുന്ന ഘടകം ഇവിടെ ക്യാഷാണ്, നൽകുന്ന ഘടകം ഇവിടെ മെഷീനറിയാണ്. സ്വീകരിക്കുന്ന ഘടകത്തെ നമ്മൾ ഡെബിറ്റ് എന്ന് പറയുന്നു, നൽകുന്ന ഘടകത്തെ നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മെഷീനറി വിറ്റു എന്നതിൽ ഡെബിറ്റ് എന്ന് പറയുന്നത് ക്യാഷാണ്, അതേസമയം ക്രെഡിറ്റ് എന്ന് പറയുന്നത് മെഷീനറിയാണ്. ഇതുപോലെ ഓരോ ഇടപാടിലും രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. ഓരോ ഇടപാടിലും ഉൾപ്പെട്ട രണ്ട് ഘടകങ്ങൾ, അതായത് ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കുക എന്നതാണ് അക്കൗണ്ടന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ജോലി. ഇത് വിശദമായി നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം? ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ ഗുണങ്ങൾ എന്തെല്ലാം? ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ
ഗുണങ്ങൾ എന്തെല്ലാം? ഒന്ന്, ഇറ്റ് ഈസ് മോർ അക്യുറേറ്റ് ആൻഡ് റിലയബിൾ. It is more accurate and reliable. Double entry system is more accurate and reliable. ഇത് കൂടുതൽ കൃത്യവും വിശ്വസനീയവുമാണ്. അക്കൗണ്ട് ബുക്കുകളിൽ ഒരു ഇടപാടിൻ്റെ ഇരു ഘടകങ്ങളും രേഖപ്പെടുത്തുന്നതിനാൽ ഇതൊരു പരിപൂർണ സമ്പ്രദായമായി നമ്മൾക്ക് കണക്കാക്കാം. കണക്കുകളിൽ തിരിമറിയും തട്ടിപ്പും വളരെയധികം കുറയ്ക്കാൻ കഴിയുമെന്നതിനാൽ ഇത് കൂടുതൽ കൃത്യവും വിശ്വസനീയവുമാണ്. നെക്സ്റ്റ്, അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് അക്കൗണ്ട്സ് ക്യാൻ ബി വെരിഫൈഡ് ബൈ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് അക്കൗണ്ട്സ് ക്യാൻ ബി വെരിഫൈഡ് ബൈ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിലൂടെ കണക്കെഴുത്തിലെ കൃത്യത പരിശോധിക്കാൻ സാധിക്കും. ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിലൂടെ കണക്കെഴുത്തിലെ കൃത്യത പരിശോധിക്കാം. ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിലൂടെ കണക്കെഴുത്തിലെ കൃത്യത പരിശോധിക്കാം. നെക്സ്റ്റ്, ഇറ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ബൈ ബിഗ് ആൻഡ് സ്മോൾ കൺസേൺസ്. ഇറ്റ് ക്യാൻ ബി ഡബിൾ എൻട്രി സിസ്റ്റം ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ബൈ ബിഗ് ആൻഡ് സ്മോൾ കൺസേൺസ്. ചെറുതും വലുതുമായ എല്ലാ സ്ഥാപനങ്ങളിലും ഇരട്ടപതിക്കൽ സമ്പ്രദായം ഡബിൾ എൻട്രി സിസ്റ്റം നടപ്പിലാക്കാൻ കഴിയും. ചെറുതും വലുതുമായ എല്ലാ സ്ഥാപനങ്ങളിലും ഇരട്ടപതിക്കൽ സമ്പ്രദായം ഡബിൾ എൻട്രി സിസ്റ്റം നടപ്പിലാക്കാൻ കഴിയും. ഇതുപോലെയുള്ള അഡ്വാൻറ്റേജസ് ഡബിൾ എൻട്രി സിസ്റ്റത്തിനുണ്ട്. ഒന്ന്, ഇത് കൂടുതൽ കൃത്യവും വിശ്വസനീയവുമാണ്. ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിലൂടെ അക്കൗണ്ടുകളുടെ ഗണിതപരമായ കൃത്യത പരിശോധിക്കാം. ചെറുതും വലുതുമായ സ്ഥാപനങ്ങളിൽ ഇത് നടപ്പിലാക്കാം. നെക്സ്റ്റ്, സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റം, ഒറ്റപതിക്കൽ സമ്പ്രദായം. ഒറ്റപതിക്കൽ സമ്പ്രദായം ഒറ്റപതിക്കൽ സമ്പ്രദായം സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു സമ്പൂർണ്ണ സമ്പ്രദായമല്ല. അങ്ങനെയെങ്കിൽ എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം? ഇറ്റ് ഈസ് ദ സിസ്റ്റം വിച്ച് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം. ഇറ്റ് ഈസ് ദ സിസ്റ്റം വിച്ച് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം അടിസ്ഥാനമാക്കാത്ത സമ്പ്രദായമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം അടിസ്ഥാനമാക്കാത്ത സമ്പ്രദായമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. Under this system, both aspects of each and every transaction are not recorded in the books of account. Under this system, both aspects of each and every transaction are not recorded in the books of account. ഈ സമ്പ്രദായത്തിന് കീഴിൽ ഓരോ ഇടപാടുകളുടെയും രണ്ട് ആസ്പെക്റ്റുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നില്ല. ഈ സമ്പ്രദായത്തിന് കീഴിൽ ഓരോ ഇടപാടുകളുടെയും രണ്ട് ഘടകങ്ങൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നില്ല. നമ്മൾ കണ്ടു, ഡബിൾ എൻട്രി സിസ്റ്റത്തിന് കീഴിൽ ഓരോ ഇടപാടിൻ്റെയും രണ്ട് ഘടകങ്ങൾ, അതായത് ഡെബിറ്റും ക്രെഡിറ്റും അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. എന്നാൽ സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് കീഴിൽ ഓരോ ഇടപാടുകളുടെയും രണ്ട് ആസ്പെക്റ്റുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നില്ല. ഇറ്റ് റെക്കോർഡ്സ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് എവറി ട്രാൻസാക്ഷൻ. സിംഗിൾ എൻട്രി സിസ്റ്റം റെക്കോർഡ്സ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് എവറി ട്രാൻസാക്ഷൻ. ഓരോ ഇടപാടിൻ്റെയും ഒരു ഘടകം മാത്രം ഇത് രേഖപ്പെടുത്തുന്നു. ഓരോ ഇടപാടിൻ്റെയും ഒരു ഘടകം മാത്രമേ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ രേഖപ്പെടുത്തുന്നുള്ളൂ. അക്കൗണ്ട്സ് പ്രിപ്പയർഡ് അണ്ടർ ദിസ് സിസ്റ്റം ആർ ഇൻകംപ്ലീറ്റ്, സോ ഇറ്റ് ഈസ് നോട്ട് റിലയബിൾ. അക്കൗണ്ട്സ് പ്രിപ്പയർഡ് അണ്ടർ ദിസ് സിസ്റ്റം ആർ ഇൻകംപ്ലീറ്റ്, സോ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് നോട്ട് റിലയബിൾ. ഈ സമ്പ്രദായത്തിന് കീഴിൽ തയ്യാറാക്കിയ അക്കൗണ്ടുകൾ അപൂർണമാണ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് കീഴിൽ തയ്യാറാക്കിയ അക്കൗണ്ടുകൾ അപൂർണമാണ്. അതുകൊണ്ട് ഇത് വിശ്വസനീയമല്ല, ഇത് റിലയബിൾ അല്ല, ഇത് വിശ്വസനീയമല്ല. അതുകൊണ്ട് തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് കീഴിൽ തയ്യാറാക്കിയ ധനകാര്യ പത്രികകൾ ഗവൺമെൻറ്റോ ടാക്സ് അധികാരികളോ ബാങ്കുകളോ ഒന്നും തന്നെ സ്വീകരിക്കുന്നില്ല. ഓക്കെ. പിന്നെ ഇൻസ്റ്റെഡ് ഓഫ് പ്രിപ്പയറിംഗ് ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട്, ഓൺലി ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്.
Instead of preparing all books of account, only cash book and personal accounts are prepared. എല്ലാ ബുക്കുകളും തയ്യാറാക്കുന്നതിന് പകരം ഇവിടെ വ്യക്തിഗത അക്കൗണ്ടുകളും ക്യാഷ് ബുക്കും മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ. എല്ലാ അക്കൗണ്ട് ബുക്കുകളും തയ്യാറാക്കുന്നതിന് പകരം ഇവിടെ വ്യക്തിഗത അക്കൗണ്ടുകളും ക്യാഷ് ബുക്കും മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഇതൊരു സമ്പ്രദായമല്ല, മറിച്ച് ഒരു പ്രത്യേക സമ്പ്രദായത്തിൻ്റെ അഭാവമാണ്. അക്കൗണ്ട് ബുക്കുകൾ തയ്യാറാക്കുന്നതിനോ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനോ അത് ഐക്യരൂപം പുലർത്താൻ ഈ സമ്പ്രദായത്തിന് കഴിയില്ല. ചില ഇടപാടുകൾക്ക് ഒരു ഘടകം മാത്രം രേഖപ്പെടുത്തുമ്പോൾ മറ്റു ചില ഇടപാടുകൾക്ക് 2 ഘടകവും രേഖപ്പെടുത്തുന്നു. ഈ സമ്പ്രദായം അനുസരിച്ച് തയ്യാറാക്കുന്ന കണക്കുകൾ അപൂർണവും അശാസ്ത്രീയവും ആയതിനാൽ വിശ്വാസ്യതയും കുറവാണ്. ഇത് വളരെ ലളിതവും അയവുമുള്ളതിനാൽ ചെറിയ സ്ഥാപനങ്ങൾ ഈ സമ്പ്രദായം ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. ഓക്കെ, എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം? ഡബിൾ എൻട്രി സിസ്റ്റം അടിസ്ഥാനമാക്കാത്ത അക്കൗണ്ടിംഗ് സമ്പ്രദായമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഈ സമ്പ്രദായത്തിന് കീഴിൽ ഓരോ ഇടപാടുകളുടെയും 2 ആസ്പെക്റ്റുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നില്ല. ഓരോ ഇടപാടിൻ്റെയും ഒരു ഘടകം മാത്രം ഇത് രേഖപ്പെടുത്തുന്നു. ഈ സമ്പ്രദായത്തിന് കീഴിൽ തയ്യാറാക്കിയ അക്കൗണ്ടുകൾ അപൂർണമാണ്, അതുകൊണ്ട് ഇത് വിശ്വസനീയമല്ല. എല്ലാ അക്കൗണ്ട് ബുക്കുകളും തയ്യാറാക്കുന്നതിന് പകരമായി ക്യാഷ് ബുക്കും വ്യക്തിഗത അക്കൗണ്ടുകളും മാത്രം ഇത് തയ്യാറാക്കുന്നു. ഡബിൾ എൻട്രി സിസ്റ്റം അടിസ്ഥാനമാക്കാത്ത അക്കൗണ്ടിംഗ് സമ്പ്രദായമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഈ സമ്പ്രദായത്തിന് കീഴിൽ ഓരോ ഇടപാടുകളുടെയും 2 ആസ്പെക്റ്റുകൾ അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നില്ല. ഓരോ ഇടപാടിൻ്റെയും ഒരു ഘടകം മാത്രം ഇത് രേഖപ്പെടുത്തുന്നു. ഈ സമ്പ്രദായത്തിന് കീഴിൽ തയ്യാറാക്കിയ അക്കൗണ്ടുകൾ അപൂർണമാണ്, അതുകൊണ്ട് ഇത് വിശ്വസനീയമല്ല. എല്ലാ അക്കൗണ്ട് ബുക്കുകളും തയ്യാറാക്കുന്നതിന് പകരമായി ക്യാഷ് ബുക്കും വ്യക്തിഗത അക്കൗണ്ടുകളും മാത്രം ഇത് തയ്യാറാക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ 2-3 പ്രാവശ്യം കാണുക. തുടർന്ന് നോട്ട്ബുക്കിൽ ഇതിൻ്റെ നോട്ട് എഴുതുക. തുടർന്ന് നോട്ടിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.